ഇടിയപ്പം ഉണ്ടാക്കാനാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് പൊടിയിപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായതാണ് കേട്ടോ, തിളച്ചിട്ടില്ല, നല്ലപോലെ ചൂടായ വെള്ളമാണ്. അപ്പോൾ ഇത് കുറേശ്ശെ ഇതിലൊഴിച്ചിട്ട് വാട്ടിയെടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരു കയ്യിൽ മൊബൈലായിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുട്ടികളൊന്നും എണീറ്റിട്ടൊന്നുമില്ല, എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പം ഇന്ന് മുതൽ സ്കൂളിലേക്ക് മാത്രം പോയാൽ മതിയല്ലോ, മദ്രസയൊക്കെ ഇന്നലെ അടച്ചു. അപ്പം ഞാനിതിങ്ങനെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അടുപ്പ് കത്തിക്കാനാണ്, ഗ്യാസൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ഒന്ന് വെക്കട്ടെ. രണ്ടടുപ്പും കത്തിക്കണം കേട്ടോ. ഒന്നിൽ ചോറിനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളമൊക്കെ വെക്കണം, പിന്നെ ഒന്നിൽ നൂൽപുട്ട് ഉണ്ടാക്കണം. വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ ആദ്യത്തെ ഇടിയപ്പത്തട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അടുത്തത് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഞാനിങ്ങനെ ഇതുകൊണ്ട് കോരിയിട്ടാണ് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. കുഴച്ചിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാവ് ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറി വരാണ്ടിരിക്കാനേ ഞാൻ ഇതുപോലെ 2 തട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അച്ച്. അപ്പോൾ അത് ഒരെണ്ണം ഇതേപോലെ അങ്ങോട്ട് മീതെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ മീതെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ കൂടുതലൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ മാവ് ഇങ്ങനെ മുകളിലേക്ക് വരും, എന്നാലും ഒരുപാട് അങ്ങോട്ട് വരില്ല കേട്ടോ ഇത് വെച്ച് കൊടുക്കുമ്പോൾ.
ഇത് കണ്ടില്ലേ ഇപ്പോഴും, എന്നിട്ട് ഇത്ര വന്നിട്ടുണ്ട്. ഇത് ചില്ലിങ്ങനെ വെച്ചില്ലെങ്കിൽ, ഇതുപോലെ വെച്ചില്ലെങ്കിൽ എനിക്ക് ഇതുവരെ വരും കേട്ടോ. ഇനി ഈ ഇടിയപ്പം പിഴിയണ ഈ ഇതിന് സേവനായിൻ്റെ കുഴപ്പമാണോ എന്നൊന്നും അറിയില്ല. ഇപ്പം ഇത്രയേ വന്നിട്ടുള്ളൂ. ഇതുപോലെ മേലെ വെച്ചില്ലെങ്കിൽ, അതായത് ചില്ല് കേട്ടോ, ഞങ്ങൾ എന്നാണ് പറയുക, ആ ചില്ല് വെച്ചില്ലെങ്കിൽ എനിക്ക് ഇതുവരെ വരും കേട്ടോ ഈ മാവ്. അപ്പോൾ നൂൽപുട്ടൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തിൽ ആദ്യം തട്ടിയിടും, എന്നിട്ട് തണുത്തതിന് ശേഷമാണ് ഇതിൽ ഈ കാസറോളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചൂട്ടോടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കേട് വരും. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇതിലിങ്ങനെ വെച്ചതാണ്. പിന്നെ ബാക്കിയുള്ള ഇടിയപ്പവും കൂടെ ഒന്ന് വേവ ഞാൻ ചുട്ടെടുക്കട്ടെ. ഇങ്ങനെ ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ. 1 ഗ്ലാസ് ചായ കുടിക്കട്ടെ. നല്ല വയറ് കഴിച്ച ഇപ്പോൾ 2 പാർലേജി ബിസ്ക്കറ്റ് കഴിക്കട്ടെ. എന്നും കഴിക്കൊന്നുമില്ല കേട്ടോ. അപ്പം മധുരമൊക്കെ വളരെ കുറച്ചിരിക്കുകയാണ്. എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ 1-2 കഴിക്കും, എപ്പോഴെങ്കിലും കേട്ടോ. അപ്പോൾ 2 ബിസ്ക്കറ്റൊക്കെ കൂട്ടി 1 ഗ്ലാസ് ചായ കുടിക്കട്ടെ. ഞാനപ്പോൾ കുറച്ച് കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രീൻ ബീൻസ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കി. ആ സമയം ഫോണിൽ ചാർജൊന്നും ഇല്ല. പിന്നെ ഇന്നേക്കുള്ള വീഡിയോ ഒന്ന് അപ്ലോഡിങ് ഇട്ടതായിരുന്നു. കുറച്ചേ കറി ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് കുറച്ച് ചമ്മന്തി കേട്ടോ, തക്കാളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പൊട്ടുകടല കേട്ടോ, പൊരികടല എല്ലാം കൂടി മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. തേങ്ങയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കടല ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചമ്മന്തി അരച്ചെടുക്കണം. അപ്പോൾ ഇക്കാക്ക് ഈ കറി അത്ര ഇഷ്ടമല്ല കേട്ടോ, നെഞ്ചരിച്ചിലുണ്ടാവും എന്നൊക്കെ പറയേ. അപ്പോൾ ഈ ചമ്മന്തി ഒന്ന് റെഡിയാക്കിയതാണ്. ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കണം. കുറച്ച് വെള്ളപ്പയറുണ്ടായിരുന്നു, അതൊന്ന് വറുത്തിട്ട് ഒന്ന് പുളി വയ്ക്കാനാണ് കേട്ടോ. തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ, ഓവർ പുളി ഒഴിക്കില്ല, ലേശം പുളി ഒഴിക്കുള്ളൂ. തക്കാളിയും സബോളയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു കറി പോലെ ആക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതേ വെള്ളപ്പയറുള്ളൂ. ഇതിങ്ങനെ എടുത്തു വെച്ചാൽ അവിടെ ഇരിക്കും. പിന്നെ നോമ്പൊക്കെ ആയാൽ അങ്ങനെയുള്ള പയറ് കറിയൊന്നും ആരും അധികം കഴിക്കില്ല. അപ്പോൾ ഞാൻ ആ ബോട്ടിലൊന്ന് ഒഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് വേഗം കൊടുത്തിട്ടൊന്ന് വറുത്തൊന്ന് കറിയാക്കാനാണ്. ഉപ്പേരി വെക്കാൻ എന്തായാലും തികയില്ല കേട്ടോ, പുഴുക്കാക്കാനൊന്നും തികയില്ല. അപ്പോൾ രസം വെക്കാമെന്ന് ആദ്യം കരുതി, പുളിച്ചാറ് വെക്കാമെന്നാണ് വിചാരിച്ച്. പിന്നെ എന്തായാലും ഈ പയറ് കണ്ടപ്പോൾ ഒന്ന് അതൊരു പുളിവെള്ളം പോലെ അങ്ങോട്ട് ആക്കിയെടുക്കാമെന്ന് കരുതി. ഇതിങ്ങനെ വറുത്ത് നമ്മളൊന്ന് വേവിക്കാനിടുമ്പോൾ സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി, ലേശം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് കുറച്ച് പുളി ഒഴിച്ചിട്ട് കടുക് വറുത്തെടുത്ത് തന്നെ കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. വേറെ വഴുതിരിങ്ങ മാങ്ങ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മാങ്ങയും വഴുതിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ രാവിലത്തെ പണിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ. അപ്പോൾ അത് കുറച്ച് പച്ചമുളകാണ്, ലേശം കല്ലുപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതൊക്കെ ഒരു പകുതി 3/4 ഭാഗം ആയിട്ടാണ്. അപ്പോൾ ഇതും ഒക്കെ ഇനി ഒന്ന് അരച്ചൊക്കെ എടുക്കണം. ഇതൊക്കെ 2-3 ദിവസം കൊണ്ട് കുറേശ്ശായിട്ട് ഞാൻ തൊലി കളഞ്ഞെടുക്കും. അപ്പോൾ പയറ് വെന്തു കേട്ടോ, വെള്ളപ്പയറ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഇതാ സബോള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ പാലക്കാടുകാർ മാത്രം വയ്ക്കുന്ന ഒരു വെള്ളപ്പയർ പുളിയാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അധികം എരിവൊന്നും വേണ്ട, കുറച്ച് എരി മതി. നമ്മൾ തേങ്ങയൊന്നും ഒഴിക്കുന്നില്ലല്ലോ. ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ പുളിവെള്ളം കുറച്ച് ഒഴിക്കാം കേട്ടോ, ഒരുപാട് വേണ്ട. ഞാൻ കുറച്ച് പുളിയെ വെള്ളത്തിലിട്ടിട്ടുള്ളൂ.
ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കടുക് വറുത്ത് ഒഴിക്കുക തന്നെ കേട്ടോ. അങ്ങനെ കറിയൊക്കെ ആയിട്ടാണ്. അപ്പം ഞാൻ വെള്ളപ്പയർ കറി കടുക് വറുത്ത് ഒഴിക്കുകയാണ്. കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കട്ടെ. ഞാൻ പിന്നെ പയർ വേകുമ്പോൾ തന്നെ വെളുത്തുള്ളി ഇട്ടത് കൊണ്ട് ഉപ്പ് ഇടുന്നില്ല. ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ട് പയർ വർഗ്ഗങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇടുമല്ലോ അല്ലേ. അപ്പോൾ കറിക്ക് കടുക് വറുത്ത് ഒഴിക്കട്ടെ. ചോറ് വെന്തിട്ടില്ല, അപ്പം കുറച്ചും കൂടെ ആവണം. അങ്ങനെ അടുക്കള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ പുറത്തിറങ്ങി മുറ്റോടിക്കലൊക്കെ കഴിഞ്ഞു. കുറേ മുറ്റോടിക്കാനൊക്കെ ഉണ്ട്. മാത്രമല്ല ഇപ്പം നല്ലപോലെ ചവറ് വീഴും കേട്ടോ, കാറ്റ് സമയമൊക്കെ അല്ലേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ തുണി കഴുകാനൊക്കെ നിന്നിരിക്കുകയാണ് കേട്ടോ. തുണി കഴുകി വെക്കുകയുള്ളൂ, വന്നിട്ട് ഞാൻ അയലിലൊക്കെ വിരുത്തിയിടുള്ളൂ. ഇതൊക്കെ തലേന്ന് കഴുകിയിട്ട തുണിയാണ് കേട്ടോ. കുരങ്ങന്മാരുള്ളത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ ഞാൻ വിരുത്തിയിട്ടിട്ട് പോവില്ല. ഞങ്ങളങ്ങനെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് തോട്ടത്തിൽ പാലെടുക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് വേറെ തോട്ടമാണ്. അപ്പോൾ വീട്ടിൽ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൻകുട്ടിനെയും കൂടെ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാല് പകുതി എടുക്കുമ്പോഴേക്കും ഇക്ക അപ്പുറത്തെ തോട്ടത്തിൽ പാലെടുത്തിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അയാൻകുട്ടിൻ്റെ സ്ഥാനം എവിടെയാണ്. ഇനി ഇവിടെ വല്ല ഡോറയോ മാഷാൻ്റെ ബേറോ എന്തെങ്കിലുമൊക്കെ ഫോണിൽ വെച്ച് കൊടുത്തിട്ട്. ഓ എന്ത് വേണം? എന്ത് മുള്ളുകുത്തിയോ? കള്ളം. ഷൂ ഇടുമ്പോൾ എങ്ങനെയാ മുള്ളുകുത്തുക? ഒരു ഹായ് പറ, ഹായ് പറ. വേഗം ഊരിത്തരാം കേട്ടോ. ആ ശരി. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് കയറട്ടെ. അപ്പോൾ പാലെടുക്കാൻ തുടങ്ങാണ്. അയ്യാൻകുട്ടിക്ക് വീഡിയോ എടുക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ. റെഡിയാക്കിത്താ പറഞ്ഞിട്ട് ഫോൺ കൊണ്ട് ഇങ്ങനെ കരച്ചിലാണ്. ഫോൺ വേണം പറഞ്ഞിട്ടാ. ഇങ്ങനെ പിടിക്കിട്ടാ. ആ പിടിച്ചാ. കൈ ഇവിടെ മറിയാൻ പറ്റില്ല ക്യാമറ. ആ ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ പിടിക്കി. കായാവും നോക്കട്ടെ ഞാൻ. അമ്മ അങ്ങനെ പിടിച്ചോ. ഇങ്ങനെ പിടിക്കേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ തോട്ടത്തിൽ പാലെടുക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ ഒന്ന് മടങ്ങുന്ന സമയമൊക്കെ ആണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.